ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വൈകുന്നേരങ്ങളിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതാ വൈകുന്നേരം എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ടൈമായി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും ചെടി നനക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൻ്റെ ലിങ്ക്. ബോഗൻവില്ല പൂക്കാനൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കണം. അതാ ഒരു പൂക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ഇതിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, അടുത്ത പൂക്കലിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്നും വെള്ളം കൊടുക്കുക, നല്ല വെയിൽ കിട്ടണം, അങ്ങനെയൊക്കെയാണ് ഈ ബോഗൻവില്ലയ്ക്ക് വേണ്ടത്. പിന്നെ ഇതാ അകത്ത് വന്ന് നമുക്കിന്ന് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ഉള്ളിവടയുടെ റെസിപ്പി കാണാം. അപ്പോൾ ഞാനൊരു 4 സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉള്ളിവട കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ സമയത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തട്ടുകട സ്റ്റൈലിലുള്ള ആ ഉള്ളിവട തന്നെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്, നമുക്ക് വലിയൊരു പണിയുമില്ല, കൂടുതൽ സാധനങ്ങൾ ചിലവുമില്ല. അപ്പോൾ അതാ 4 സവാള എടുത്ത് ഞാൻ അതൊക്കെ തൊലി കളഞ്ഞ് നല്ല നൈസായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, വലിയ കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 മീഡിയം സൈസിലുള്ള സവാളയും പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും, പിന്നെ അതൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ കറിവേപ്പില ഫ്രഷായിട്ട് കിട്ടുമെങ്കിൽ അതായിരിക്കും ഇപ്പോൾ ഏറ്റവും നന്നായിട്ടിരിക്കുക. പിന്നെ അതിലേക്ക് ഒരു പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് കഴുകി വെക്കുക. എന്നാലെന്താ നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അടുക്കള നിറഞ്ഞിരിക്കില്ല. പിന്നെ അതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് 1 കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി അങ്ങനെയൊന്നും ഇടുന്നില്ല നമ്മൾ, അതിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞ വെള്ളമാക്കുക കേട്ടോ, അധികം വെള്ളമാക്കാൻ പാടില്ല. അധികം വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര ലൂസാക്കിയ ഒരു മാവ് പരുവത്തിലാക്കാൻ പാടില്ല. ഒന്നിങ്ങനെ നനഞ്ഞ് എല്ലാ മാവും ഒന്ന് ഉള്ളിയിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവം മാത്രമാണ് കേട്ടോ ആവുക. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടുക കേട്ടോ. അധികം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മാവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കും കേട്ടോ നമ്മളെ ഉള്ളിവട. അപ്പോൾ അതാ നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിവടക്ക് നമ്മൾ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടൻ ചായ വെക്കുന്നുണ്ട്. ഉള്ളിവടക്കൊക്കെ കട്ടൻ ചായ കുടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ അപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടത്. കഴിയുന്നതും നമ്മൾ കൈ കൊണ്ട് തന്നെ ഇടാൻ ശ്രമിക്കുക. സ്പൂൺ കൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിവട ഇങ്ങനെ പരന്നിരിക്കില്ല, അതൊക്കെ ഇങ്ങനെ കൂടി ഉണ്ട പോലെ ഇരിക്കും. അതിലും നല്ലതിങ്ങനെ കൈ കൊണ്ടാകുമ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തിയിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല എല്ലാ ഭാഗവും ഒരുപോലെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എണ്ണൻ്റെ കോരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് അടുത്ത് തന്നെ വെച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ അടുപ്പിലൊന്നും എണ്ണ ഇത്തിരി പോലും ആവില്ല. ഉള്ളിവടയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ പൊടികളൊക്കെ എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോഴേക്കും ഇതാ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം അങ്ങനെ തിളക്കരുത്, അപ്പോൾ ചായൻ്റെ ടേസ്റ്റ് മുഴുവനും പോകും. അപ്പോൾ കുറച്ച് ടൈം അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ നല്ല ടേസ്റ്റുള്ള കട്ടൻ ചായ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ ചപ്പാത്തിയാണോ എന്താണോ ഉണ്ടാക്കുന്നത്, നമ്മൾ രാത്രിക്കേക്കുള്ള ഫുഡ് എന്താണോ അത് ആക്കി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടാക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പിന്നെ വെച്ചാൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാൻ നിന്നാൽ പിന്നെ എല്ലാം വൈകുകയും ചെയ്യുമല്ലോ കഴിക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ എന്താണോ ഫുഡ് ഉണ്ടാക്കുന്നത് അത് ആക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് കറി ഉണ്ട് കേട്ടോ ഉച്ചക്ക് വെച്ചിട്ടുള്ള. അപ്പോൾ അതിന് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ തിളച്ച വെള്ളത്തിലാണ് ഞാൻ
കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ഇതിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 ഉണ്ടാക്കേണ്ടതുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്കും വേണമെന്ന് പറയുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 6 ഉണ്ടാക്കുന്നത്. പിന്നെ ഇല്ല ബാക്കിയുണ്ടെങ്കിൽ ഞാനത് രാവിലെയും കഴിക്കും. അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഏത് ജോലികൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള വൃത്തിയിലും അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷനിലും ഒക്കെ വേണം കേട്ടോ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സുഖവും കിട്ടൂല കേട്ടോ. എനിക്കങ്ങനെയാണ്, എൻ്റെ മനസ്സിനൊരു സുഖം കിട്ടൂല. ഞാൻ ചെയ്ത കാര്യം റെഡിയാണോ എന്ന് ഞാനിങ്ങനെ സ്വയം ചിന്തിച്ച് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കാര്യവും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തീൻ്റെ ബോളൊക്കെ ഇങ്ങനെ കറക്റ്റ് ഒരേ അളവിലാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഞാൻ ഒരേ വലിപ്പത്തിലുള്ള ചപ്പാത്തി ആവണം, ഒരേ വലിപ്പത്തിലുള്ള പത്തിരി ആവണം, ഒക്കെ എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആക്കിയെടുക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതുപോലെ വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല വലിപ്പത്തിലും നല്ല നൈസായിട്ടൊക്കെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കൊരു ഭംഗിയും ഉണ്ടാവില്ല, ചപ്പാത്തിക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അത് നന്നായിട്ട് പരത്തി നല്ല നൈസാക്കിയിട്ട് വെച്ചാലാണ് നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ചപ്പാത്തി പിടിക്കുമ്പോൾ തന്നെ ഒരു സുഖമായിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു പേപ്പർ പോലെ ഇരിക്കും. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ചപ്പാത്തി ചുടുന്ന സമയത്തും ശ്രദ്ധിക്കാനുണ്ട്. ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ മറിച്ചിടുക. പിന്നത്തെ മറിച്ചിടൽ ഒരു ഭാഗം ഒന്നായി എന്ന് കണ്ടതിന് ശേഷം മറിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് കേട്ടോ. അതാണ് കേട്ടോ ചപ്പാത്തി ആയാലും പത്തിരി ആയാലും ഒക്കെ നമ്മൾ ആ ചുടുന്ന ഒരു പാകം. അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ചപ്പാത്തി തന്നെയായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പ് വെച്ചിട്ടും കരിഞ്ഞിട്ടും ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ ചപ്പാത്തി കാണാനും കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവുകയില്ല. അപ്പോൾ അതാ ഒരു ചപ്പാത്തി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കുക. എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാനും ഓതാനും ഒക്കെ പോവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ പഠിപ്പിക്കുക. അതിനുശേഷം നിശാസ്കാരം കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കുക. അതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് രാവിലത്തേക്ക് എന്തെങ്കിലും ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ചെയ്ത് വെക്കുക. പിന്നെ കുട്ടികളെ യൂണിഫോം അയൺ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ നൈറ്റിലെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. സംസ്കാരവും കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടിക്ക് ഉച്ചക്കുള്ള ചോറൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് കഴിക്കാം, ചപ്പാത്തി ആണെങ്കിൽ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്നത് കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാവരുത് കേട്ടോ. കുറച്ച് മുമ്പിലായാൽ അത്രയും നല്ലതാണ്. അപ്പോൾ സംസ്കരിക്കുക, ഫുഡ് കഴിക്കുക, ആ ഒരു ശീലം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.